നമസ്കാരം. എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് അധ്യാപക മത്സര പരീക്ഷകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയായ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ എന്നറിയപ്പെടുന്ന ഏരിയയാണ്. അതിൽ ധാരാളം ചോദ്യങ്ങൾ മത്സര പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതികൾ, പ്രധാനപ്പെട്ട നവീകരണ പദ്ധതികൾ, വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതികൾ ഓരോന്നും, അതിൽ പ്രധാനപ്പെട്ട ഓരോ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്, ആ വിദ്യാഭ്യാസ പദ്ധതികൾ ഏത് വർഷമാണ് നിലവിൽ വന്നത്, ആ വിദ്യാഭ്യാസ പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ട് 2024 വരെയുള്ള മുഴുവൻ അധ്യാപക മത്സര പരീക്ഷകളിലും ചോദിച്ച ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ ക്ലാസ് ഈ കണ്ടന്റ് കാണും തോറും എന്ത് ചെയ്യണം, ഓരോ ഷോർട്ട് നോട്ടുകൾ, ഓരോ റിലേറ്റഡ് ഫാക്റ്റുമായി ബന്ധപ്പെട്ട ഷോർട്ട് നോട്ടുകൾ എഴുതി വെക്കണം. അത് ഈ പറയുന്ന 3 ദിവസം 4 ദിവസം കൂടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം മത്സര പരീക്ഷ എന്ന് പറയുന്നത് തന്നെ ആവർത്തിച്ചുള്ള പഠനമാണ്. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് 2023 യു പി സ്കൂൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ യു പി സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണിത്. ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി, ഓപ്ഷൻ ബി പ്രവൃത്തി വിദ്യാഭ്യാസ പദ്ധതി, ഓപ്ഷൻ സി ഗ്രാമീണ വിദ്യാഭ്യാസ പദ്ധതി, ഓപ്ഷൻ ഡി ദേശീയ വിദ്യാഭ്യാസ പദ്ധതി. ഈ 4 ഓപ്ഷനുകളാണല്ലോ കൊടുത്തേക്കുന്നത്. ഈ 4 ഓപ്ഷനുകളാണ് കേരള PSC കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസറിലേക്ക് വരണം. ഇപ്പോൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് 1937 മഹാത്മാഗാന്ധി ഒരു വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെക്കും. അതിനെ അറിയപ്പെടുന്ന പേരാണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി. അപ്പം നമുക്ക് ഈ വാർധാ വിദ്യാഭ്യാസ പദ്ധതി ഈ ഓപ്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഈ വാർധാ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ അദ്ദേഹം ലക്ഷ്യമാക്കിയത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. വാർധാ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ മഹാത്മാഗാന്ധി ലക്ഷ്യം വെച്ചത് എന്താണ്? അത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ഇനി മറ്റൊരു വിദ്യാഭ്യാസ പദ്ധതി ഉണ്ട് അദ്ദേഹം കൊണ്ടുവന്ന നയി താലീം എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചത് മഹാത്മാഗാന്ധി അല്ലേ? ഈ നയി താലീം എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ പദ്ധതിയിൽ അദ്ദേഹം ലക്ഷ്യം വെച്ചത് എന്താണ്? അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് വരുവാണ്. മഹാത്മാഗാന്ധി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഓപ്ഷൻ എ ആണ്, മറക്കരുത്. ഓപ്ഷൻ എ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് ആര് ലക്ഷ്യം വെച്ചത്? മഹാത്മാഗാന്ധി ലക്ഷ്യം വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി താഴെ പറയുന്ന 4 ഓപ്ഷനിൽ ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഓപ്ഷൻ എ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ, അതായത് ഈ അധ്യാപക മത്സര പരീക്ഷകളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന്, ഈ അടിസ്ഥാന വിദ്യാഭ്യാസം നമ്മൾ പറഞ്ഞല്ലോ 1937 നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. 1937 പ്രത്യേകത മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി 1937. ഈ വാർധാ വിദ്യാഭ്യാസ പദ്ധതിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഒന്ന് കമൻറ്റ് ചെയ്തേ. വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്താ? ഈ ഗ്രൂപ്പ് പറഞ്ഞല്ലോ, ഈ ലൈവ് ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തേക്കുന്ന മുഴുവൻ ആളുകളും ഇത് റിപ്ലൈ ചെയ്യണം. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി. ഈ വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം അത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ഇനി അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലീം, അല്ലെങ്കിൽ അതിൽ ലക്ഷ്യമാക്കിയത് അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. ഈ നയി താലീം പദ്ധതിക്ക് ഒരു ലക്ഷ്യമുണ്ട്. 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് ഭാഷയിൽ നൽകുക? മാതൃഭാഷയിൽ നൽകുക. വീണ്ടും ആവർത്തിക്കുന്നു, 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകാൻ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച പദ്ധതിയുടെ പേരാണ് അടിസ്ഥാന വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നയി താലീം. ഈ നയി താലീം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യും.
ആ കമ്മിറ്റിയുടെ പേരാണ് സക്കീർ ഹുസൈൻ കമ്മിറ്റി. 1937കളിലാണ് കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1937-38ലാണ് എല്ലാം നടക്കുന്നത്. അപ്പം നയ്യ് താലീം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ പേര് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഈ ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് അവിടെ നിൽക്കട്ടെ. ഇനി മഹാത്മാഗാന്ധിയുടെ ഈ പറയുന്ന നയ്യ് താലീം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത്, ഗാന്ധിജിയുടെ നയ്യ് താലീം എന്ന പാഠ്യപദ്ധതിയെ അടിസ്ഥാനമാക്കി നമ്മുടെ കേന്ദ്ര സർക്കാർ 13 ഇന്ത്യൻ ഭാഷകളിൽ പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്. 22 ഭാഷകളാണ് ഔദ്യോഗിക ഭാഷകൾ. 13 ഇന്ത്യൻ ഭാഷകളിൽ പുറത്തിറക്കിയ പുസ്തകമാണ് എക്സ്പെരിമെൻ്റൽ ലേണിംഗ് ഗാന്ധിജീസ് നയ്യ് താലീം. അപ്പോൾ ഗാന്ധിജിയുടെ നയ്യ് താലീം എന്ന പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാർ 13 ഇന്ത്യൻ ഭാഷകളിൽ പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് എക്സ്പെരിമെൻ്റൽ ലേണിംഗ് ഗാന്ധിജീസ് നയ്യ് താലീം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്, ഈ മഹാത്മാഗാന്ധിയുടെ എല്ലാ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിലും പെടുന്നത് ശാസ്ത്രയത്വമാണ്. തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്നാണ് ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ആശയം. നമുക്ക് വേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് മഹാത്മാഗാന്ധി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ, അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കണ്ടന്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേ. ക്വസ്റ്റ്യൻ ഇതാണ്: ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തി എന്താണ്? ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തി എന്താണ്? ഓപ്ഷൻ എ, ആത്മസാക്ഷാത്കാരത്തിനുള്ള വിദ്യാഭ്യാസ പദ്ധതി. ഓപ്ഷൻ ബി, പ്രശ്ന പരിഹരണത്തിനുള്ള വിദ്യാഭ്യാസ പദ്ധതി. ഓപ്ഷൻ സി, സാർവദേശീയ വിദ്യാഭ്യാസ പദ്ധതി. ഓപ്ഷൻ ഡി, തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. ഇതുവരെ നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് യോജ്യമാകുന്നത് അല്ലെങ്കിൽ അനുയോജ്യമാകുന്നത് ഏത് ആൻസറാണ്? ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തിയുമായി ബന്ധപ്പെട്ട ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി അല്ലേ ആൻസർ? അതായത് ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രസക്തി എന്ന് പറയുന്നത് തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ്. നമ്മൾ തൊട്ട് മുന്നേ ഉള്ള കണ്ടന്റിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, 2023 LP സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ ചോദ്യമാണത്. അതൊന്ന് ഓർത്ത് വെക്കുക. ആൻസർ തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ഇതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റായിട്ട് നമ്മൾ ചോദിച്ച 2011 LP സ്കൂൾ ടീച്ചർ NCA നോട്ടിഫിക്കേഷൻ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇങ്ങനെ: അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത് ആര്? അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത്, അതായത് വിദ്യാഭ്യാസ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാ. ആൻസർ ആരാണ് അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത്? ഓപ്ഷൻ സി, മഹാത്മാഗാന്ധി അല്ലേ? മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിജിയാണ് അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത്. അപ്പോൾ ഓപ്ഷൻ എയിൽ മോണ്ടിസോറി ഉണ്ട്, ഓപ്ഷൻ ബിയിൽ റൂസോ ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ ഫ്രോബൽ ഉണ്ട്. അവരെ പറ്റിയുള്ള മുഴുവൻ കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചത് ആരാ? അത് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിജിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നത് എന്താണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നത് എന്താണ്? ഓപ്ഷൻ എ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി. ഓപ്ഷൻ ബി, മാനസിക വൈകല്യമുള്ളവർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ പദ്ധതി. ഓപ്ഷൻ സി, വിദ്യാലയ ശുചിത്വം മെച്ചപ്പെടുത്തുന്ന പദ്ധതി. ഓപ്ഷൻ ഡി, പ്രാഥമിക വിദ്യാലയങ്ങളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതി. 4 ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്താണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. പ്രാഥമിക വിദ്യാലയങ്ങളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ ഈ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് ഒരു ലോജിക്കായിട്ട് ഓർത്തു വെക്കുക. അതല്ലാതെ പ്രൈമറി ക്ലാസ്സുകളിലെ അല്ലെങ്കിൽ മറ്റ് ക്ലാസ്സുകളിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ പരിശീലിപ്പിക്കുന്നയോ അല്ലെങ്കിൽ മറ്റു വസ്തുതകളൊന്നുമില്ല. എല്ലാ സ്കൂളിലും ബ്ലാക്ക് ബോർഡ് നിർബന്ധമായിട്ട് സ്ഥാപിക്കണം എന്ന ലക്ഷ്യമൊന്നുമല്ല പറയുന്നത്. പ്രാഥമിക വിദ്യാലയങ്ങളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള പദ്ധതിയുടെ പേരാണ് ഏത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തു. ഓപ്ഷൻ സി അല്ലേ, ഓപ്ഷൻ ബി അല്ലേ, ഓപ്ഷൻ എ അല്ലേ എന്ന് സംശയമുള്ളവർക്ക് വേണ്ടി പറയുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രാഥമിക വിദ്യാലയങ്ങളിലെ, അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ സെൻറ്ററിലെ പ്രാഥമിക വിദ്യാലയങ്ങളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ആൻസർ ഉത്തരം പ്രാഥമിക വിദ്യാലയങ്ങളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണ്.
ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡുമായി ബന്ധപ്പെട്ട് മറ്റ് മത്സര പരീക്ഷകളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ആവർത്തിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ആവർത്തിച്ചു വെക്കുന്നു. എന്താ ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്? നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രാഥമിക വിദ്യാലയങ്ങളിലെ അധ്യയന നിലവാരം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ വേണ്ടി ദേശീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഇത്, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് 1987 നടപ്പിലാക്കുന്നത്. 1987-88 കാലഘട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. വർഷം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് 1987 ആരംഭിക്കുന്നു. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധിയാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് മറക്കല്ലേ, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധിയാണ്. ഇനി ഓരോ സ്കൂളിലും ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന ഇതാണ്. ഓരോ സ്കൂളിലും ചുരുങ്ങിയത് 2 അധ്യാപകൻ, 1 അധ്യാപിക എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഒരു സ്കൂളിൽ ചുരുങ്ങിയത് 2 അധ്യാപകൻ, 1 അധ്യാപിക എന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡാണ്. അപ്പോൾ 2 അധ്യാപകൻ വരണം, 1 അധ്യാപിക എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയുണ്ട്. ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് എന്നറിയപ്പെടുന്ന വസ്തുതയുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന എന്താ? ഇതേ വർഷം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് തുടങ്ങി അല്ലെങ്കിൽ ആരംഭിച്ച അതേ വർഷം 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് ഈക്വലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനനുസൃതമായിട്ട് എല്ലാ സ്കൂളുകളിലും മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി 2019 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. അപ്പോൾ 2019 ഈ പറഞ്ഞ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് അനുസൃതമായിട്ട് 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് ഇക്വലൻ്റ് ആയിട്ട് എല്ലാ സ്കൂളുകളിലും, ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ സ്കൂളുകളിലും മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി 2019 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. അതൊന്ന് ഓർത്തു വെക്കണേ, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട ചോദ്യങ്ങൾ കിട്ടിയല്ലോ. ഇനി ഈ പറയുന്ന പ്രാഥമിക ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രധാനപ്പെട്ട പ്രാഥമിക വിദ്യാലയത്തിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുക, അവയുടെ ലക്ഷ്യമാണല്ലോ ഈ പറയുന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പം ഇതിലൂടെ, ഈ പദ്ധതിയിലൂടെ ഒക്കെ ധാരാളം ലക്ഷ്യങ്ങളുണ്ട്. അവിടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിലൂടെ ഭാഷാ പഠനത്തിന് പ്രോത്സാഹനം നൽകിയ വിവിധ പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥി വിനിമയ സാധ്യത മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പള്ളിക്കൂടങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നതും ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിലെയാണ്. അതൊക്കെ നമുക്ക് വേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നിലവിൽ വന്ന വർഷം 1987. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് തുല്യമായിട്ട് 2019 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. അത് ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയുടെ ഉദ്ദേശം എന്താണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയുടെ ഉദ്ദേശം എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, എല്ലാ സ്കൂളുകളിലും ബ്ലാക്ക് ബോർഡ് നിർബന്ധമായി സ്ഥാപിക്കുക. നിങ്ങൾ തന്നെ പറ, അതൊരു ലക്ഷ്യമാണോ, ഉദ്ദേശമാണോ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൻ്റെ? അല്ലല്ലോ. അപ്പോൾ അതല്ല. ദെൻ അടുത്ത് നോക്കിയേ, അപ്പർ പ്രൈമറി വിഭാഗം കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക. അപ്പർ പ്രൈമറി എന്ന വാക്ക് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല, അപ്പോൾ അതും അല്ല. ദെൻ നോക്കൂ, ഓപ്ഷൻ സി നോക്കൂ, പ്രൈമറി ക്ലാസ്സുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മൾ പറഞ്ഞതാണ്. എന്താ? തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞല്ലേ, പ്രാഥമിക വിദ്യാലയങ്ങളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ ഡി നോക്ക്, ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ പരിശീലിപ്പിക്കുക. തെറ്റല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, പ്രൈമറി ക്ലാസ്സുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത്, കൂട്ടത്തിൽ പെടാത്തതേത് എന്നാണ് ചോദ്യം. അടുത്തൊരു ചോദ്യം ഇതാണ്. 2005 LP സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ ചോദ്യം ഇതാണ്. കൂട്ടത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ എ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, ഓപ്ഷൻ ബി ഓപ്പറേഷൻ വിജയ്, ഓപ്ഷൻ സി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ ബ്ലൂ തണ്ടർ. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ ബ്ലൂ തണ്ടർ.
തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടോ നമ്മുടെ സിലബസ് പ്രകാരമുള്ള കണ്ടന്റിൽ വിദ്യാഭ്യാസ പദ്ധതിയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രൊജക്റ്റ്, വിദ്യാഭ്യാസ ചിന്തനം അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആശയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പഠിക്കുന്നതിൽ. അപ്പം ഇതിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ബ്ലൂ തണ്ടർ, ഇത് മൂന്നും ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താമല്ലോ. ഒരു കാറ്റഗറി അല്ലേ? ഇത് വേണമെങ്കിൽ നമുക്ക് സൈനിക നടപടിയായിട്ട് പറയാം. ഇതിൽ ഓപ്ഷൻ എ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡാണ് കൂട്ടത്തിൽ പെടാത്തത്. അപ്പോൾ കൂട്ടത്തിൽ ഒരു ഓപ്ഷനല്ലേ പെടാതിരിക്കത്തുള്ളൂ, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, 1987 നടപ്പിലാക്കി. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് അനുസൃതമായിട്ട് 2019 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താ? ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. ഓക്കെ ആണ്? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡാണ് ഒറ്റപ്പെട്ടത്, അതൊന്ന് ഓർത്ത് നോക്ക്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് അനുസൃതമായി എല്ലാ സ്കൂളുകളിലും മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി 2019 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? നമുക്കിപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ് അല്ലേ? ഓപ്ഷൻ എ അല്ലേ ആൻസർ? ഓപ്ഷൻ ബി വരുമോ? സർവശിക്ഷാ അഭിയാൻ. ഓപ്ഷൻ സി വരുമോ? സമഗ്ര ശിക്ഷാ അഭിയാൻ. ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതി. ഒന്നും വരത്തില്ലല്ലോ. അപ്പോൾ ഈ ജില്ലാ സർവശിക്ഷാ അഭിയാന് പ്രത്യേകതയുണ്ട്, സമഗ്ര ശിക്ഷാ അഭിയാന് പ്രത്യേകതയുണ്ട്, ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിക്ക്, അതായത് നമ്മൾ പറയും DPEP എന്നറിയപ്പെടുന്ന ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിക്കൊക്കെ പ്രത്യേകതയുണ്ട്. ഓക്കെ, അത് നമ്മൾ റാൻഡമായി ഡിസ്കസ് ചെയ്തോളാം. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് അനുസൃതമായിട്ട് എല്ലാ സ്കൂളുകളിലും മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി 2019 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം ഇതാണ്, 1 മുതൽ 8 ക്ലാസ് വരെയുള്ള 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ പഠന സൗകര്യവും പഠന നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 2002 മുതൽ 2017 വരെ നടപ്പിലാക്കിയ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി ഏതാണ്? ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, 1 മുതൽ 8 ക്ലാസ് വരെ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ പഠന സൗകര്യം, അവിടുത്തെ പഠന നിലവാരം എന്നിവ ഉയർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 2002 മുതൽ 2017 വരെ നടപ്പിലാക്കിയ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ പറയുന്നു. ഓപ്ഷൻ എ ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി, നമ്മൾ പറയും DPEP എന്ന് പറയും, ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. DPEP 1994 DPEP നിലവിൽ വരുന്നത്, 1994. അപ്പം ഇത് ഓപ്ഷനിൽ വരാൻ സാധ്യതയില്ലല്ലോ. ഓപ്ഷൻ ബി നോക്കിയേ, സമഗ്ര ശിക്ഷാ അഭിയാൻ. സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏകദേശം 2010 കൂടി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി സർവശിക്ഷാ അഭിയാൻ ലക്ഷ്യമിട്ടിരുന്നു. ഈ സർവശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അപ്ഡേഷനാണ് നമ്മൾ ഈ പറയുന്നത് ഏത്? സമഗ്ര ശിക്ഷാ അഭിയാൻ. അപ്പോൾ അതും അല്ല എന്ന് ഓർത്തു വെക്കുക. ഓപ്ഷൻ സി രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാൻ അല്ലെങ്കിൽ RMS എന്ന് പറയും. ഓപ്ഷൻ ഡി സർവശിക്ഷാ അഭിയാൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോകണമെങ്കിൽ എന്നാണ് ഈ പറയുന്ന പദ്ധതികളെല്ലാം നിലവിൽ വന്നത് എന്നോർക്കണം. അതായത് സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ 2001, 2002 ഈ വർഷങ്ങളിൽ നിലവിൽ വന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പേരാണ് SSA, സർവശിക്ഷാ അഭിയാൻ. ഈ സർവശിക്ഷാ അഭിയാൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 2010 കൂടി 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ SSA ലക്ഷ്യമിട്ടിരുന്നു. മറക്കരുത്. ഈ സർവശിക്ഷാ അഭിയാൻ എന്നറിയപ്പെടുന്ന SSAക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആരും ചോദിച്ചാൽ അത് വാജ്പേയിയാണ്. അടൽ ബിഹാരി വാജ്പേയി ആണ് സർവശിക്ഷാ അഭിയാന് തുടക്കം കുറിച്ചത്. സർവശിക്ഷാ അഭിയാൻ്റെ ആപ്തവാക്യം സർവരും പഠിക്കുക, സർവരും വളരുക. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ 2001, 2002കളിൽ സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ 2001, 2002 നിലവിൽ വന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് SSA. 2010 കൂടി 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ SSA ലക്ഷ്യമിട്ടിരുന്നു.
സർവശിക്ഷാ അഭിയാന് തുടക്കം കുറിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? അടൽ ബിഹാരി വാജ്പേയി. തിരിഞ്ഞു പോരുത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരാ കൊണ്ടുവന്നത്? അത് രാജീവ് ഗാന്ധിയാണ്. സർവശിക്ഷാ അഭിയാൻ കൊണ്ടുവന്നത് അടൽ ബിഹാരി വാജ്പേയി. സർവശിക്ഷാ അഭിയാന്റെ ആപ്തവാക്യം സർവരും പഠിക്കുക, സർവരും വളരുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പാഠപുസ്തക ഭാരമില്ല എന്ന കാഴ്ചപ്പാടോടുകൂടി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് ചോദിച്ചാൽ അത് സർവശിക്ഷാ അഭിയാൻ അല്ലെങ്കിൽ SSA ആണ്. ഒത്തിരി പ്രത്യേകതയുണ്ട്. റിസർച്ച് ഇവാലുവേഷൻ ഉണ്ട്, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ, ബ്രിഡ്ജ് കോഴ്സുകൾ, ബാക്ക് ടു സ്കൂൾ ക്ലാസ്സുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതി കൂടിയാണ് ഈ പറയുന്ന സർവശിക്ഷാ അഭിയാൻ. എല്ലാ പെൺകുട്ടികൾക്കും SC/ST ആൺകുട്ടികൾക്കും സൗജന്യ പാഠപുസ്തകങ്ങൾ എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയും ഈ പറയുന്ന SSA. രാജ്യത്തെ പ്രൈമറി സ്കൂൾ, അപ്പർ പ്രൈമറി സ്കൂളിൻ്റെ അനുപാതം 2:1 2:1 എന്ന ക്രമത്തിലാക്കാനുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച പദ്ധതിയും ഈ പറയുന്ന സർവശിക്ഷാ അഭിയാന. അങ്ങനെ ഒത്തിരി പ്രത്യേകതയുണ്ട്. നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് വരുന്നു. ഇതിൻ്റെ ആൻസർ ഏതാണ്? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള പഠന സൗകര്യം, പഠന നിലവാരം എന്നിവ ഉയർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 2002 മുതൽ 2017 വരെ നടപ്പിലാക്കിയ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ പേരാണ് ഏത്? സർവ ശിക്ഷാ അഭിയാൻ. ക്ലിയർ ആണ്? ഓക്കെ ആണ്? അപ്പോൾ ആൻസർ സർവശിക്ഷാ അഭിയാനാണ്. ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഇതിൽ DPP ഉണ്ട്. അതായത് എന്താണ്? ജില്ലാതല അല്ലെങ്കിൽ ജില്ലാതലവുമായി ബന്ധപ്പെട്ട് ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി DPEP. ഈ DPP പദ്ധതി നിലവിൽ വന്നത് 1994. ഈ DPEPയെ 2001 സർവശിക്ഷാ അഭിയാനിൽ ലയിപ്പിക്കുക. ജില്ലാതല പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 1994 നിലവിൽ വന്ന ഈ പദ്ധതി 2001 SSAയിൽ ലയിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞല്ലോ, സർവശിക്ഷാ അഭിയാനാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ പറയുന്ന 4 ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒന്ന് ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി എന്നറിയപ്പെടുന്ന DPP എന്ന നിലവിൽ വന്ന 1994 നിലവിൽ വന്നു. ഓക്കെ. ദെൻ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നറിയപ്പെടുന്നൊരു പദ്ധതിയുണ്ട്. അതിനു മുമ്പ് നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം, സർവശിക്ഷാ അഭിയാന്റെ മാതൃകയിലുള്ള സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് ഏത്? RMSA അല്ലെങ്കിൽ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. അത് നിലവിൽ വരുന്നത് 2009. 2009 RMSA എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ നിലവിൽ വരുന്നത്. ലോജിക് എന്താ? സർവശിക്ഷാ അഭിയാന്റെ മാതൃകയിൽ സെക്കൻഡറി വിദ്യാഭ്യാസം, സർവശിക്ഷാ അഭിയാന്റെ മാതൃകയിൽ പ്രൈമറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ലോജിക്കാണ് നമ്മൾ SSA പറഞ്ഞത്. ഇത് സർവശിക്ഷാ അഭിയാന്റെ മാതൃകയിൽ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരാണ് RMSA അല്ലെങ്കിൽ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. ഓക്കെ ആണല്ലോ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സർവശിക്ഷാ അഭിയാൻ എന്നറിയപ്പെടുന്ന SSAയും സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന RMSAയും കൂടെ ലയിപ്പിച്ചുള്ള പുതിയ പദ്ധതിയുടെ പേരാണ് ഏത്? സമഗ്ര ശിക്ഷാ അഭിയാൻ. അപ്പോൾ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞാൽ SSAയും RMSAയും കൂടെ സംയോജിച്ചതാണ്. ഓക്കെ. ഈ സമഗ്ര ശിക്ഷാ അഭിയാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ എന്തുമായിരിക്കും? 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ, ആ കുട്ടികളുടെ ആയിക്കോട്ടെ, പഠന സൗകര്യങ്ങളായിക്കോട്ടെ, അവയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏകീകരിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഏത്? സമഗ്ര ശിക്ഷാ അഭിയാൻ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. SSAയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിൽ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി SSA ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് മലയാള തിളക്കം. ഒന്ന് ഓർത്തു വെക്കണം, മലയാള തിളക്കം. ഇനി SSAയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യമുണ്ട്. ഭിന്നതല പഠനം, സിവിൽ സർവീസ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നിവയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ പദ്ധതി ചോദിച്ചാൽ ഉത്തരം ഈ പറയുന്ന SSA ആണ്. അപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയാണ് ഈ മലയാള തിളക്കം എന്നറിയപ്പെടുന്നത്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, 6 വയസ്സ് വരെയുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയും 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള ഭാരതത്തിലെ എല്ലാ കുട്ടികൾക്കും ജീവിതഗന്ധിയായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ആവിഷ്കരിച്ച പദ്ധതി
ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള ഭാരതത്തിലെ എല്ലാ കുട്ടികൾക്കും ജീവിതഗന്ധിയായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഏത്? ഈ പറയുന്ന SSA. ഓപ്ഷൻ സി SSA അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ SSAയുടെ മുഴുവൻ കണ്ടന്റ്. അപ്പോൾ ആ ചോദ്യം ഡിസ്കസ് ചെയ്തല്ലോ. 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ജീവിതഗന്ധിയായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഏത്? ഈ പറയുന്ന സർവശിക്ഷാ അഭിയാൻ, അല്ലെങ്കിൽ ഓപ്ഷൻ സി SSA. അത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പറയുന്നു. 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസന ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏത് എന്നാണ് ചോദ്യം. 2020 LP സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ ചോദ്യമാണ്. അവിടെ ലോജിക് ഇതാ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, 6 വയസ്സിൽ താഴെയുള്ള, 6 വയസ്സ് വരെ മീൻസ് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികൾ, ഇവർക്കെല്ലാം വേണ്ടി വളരെ പ്രധാനപ്പെട്ട, അതായത് രോഗപ്രതിരോധം, പോഷകാഹാര വിതരണം തുടങ്ങിയിട്ടുള്ള മുഴുവൻ സേവനങ്ങൾ നൽകാൻ വേണ്ടി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ICDS. അപ്പോൾ നമുക്ക് വേണ്ട ആൻസർ 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏതെന്നാണ് ചോദ്യം. അതിനകത്ത് ലോജിക്കിലേക്ക് വന്നാൽ മാത്രം മതി. 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന പദ്ധതി ഏത്? അത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം അല്ലെങ്കിൽ സംയോജിത ശിശു വികസന പദ്ധതിയാണ്. ഓക്കെ, ഇനി ഇവിടെ ഈ സംയോജിത ശിശു വികസന പദ്ധതി അല്ലെങ്കിൽ ICDS എന്ന നിലവിൽ വരുന്നത് 1975 ICDS നടപ്പിലാക്കുന്നത്. ഈ ICDSന് നേതൃത്വം നൽകുന്നത് വനിതാ ശിശു ക്ഷേമ മന്ത്രാലയമായിരിക്കുമല്ലോ. ഈ ICDS പദ്ധതി പ്രകാരം ഈ ICDS പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ലോകബാങ്ക്. ICDSൻ്റെ സേവന കേന്ദ്രങ്ങൾ അംഗനവാടി കേന്ദ്രങ്ങളാണ്. ICDS പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് UNICEF ആണ്. 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ആവർത്തിച്ച് പറയുന്നുള്ളൂ. ICDS പദ്ധതി നിലവിൽ വന്നത് 1975. ICDS പദ്ധതി പ്രകാരം അതിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി ലോകബാങ്ക് ആണ്. ICDS പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി സഹകരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം UNICEF ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ജില്ലാതലത്തിൽ, അതായത് ഓരോ ജില്ലയിലും ICDS പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ ആയിരിക്കും. ജില്ലാതലത്തിൽ ICDS പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ആരായിരിക്കും? അത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ ആയിരിക്കും. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യം ഇതാണ്. പൊതുവിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനവും വിവര സാങ്കേതിക വിദ്യാ പഠനവും വ്യാപിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേര് എന്തെന്നാണ് ചോദ്യം. പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിവര സാങ്കേതിക വിദ്യാ പഠനവും വ്യാപിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേര് ഓപ്ഷൻ ബി കൈറ്റ് ആണ്. ഓപ്ഷൻ എ വിക്ടേഴ്സ് അല്ല, ഓപ്ഷൻ സി സമ്പൂർണ്ണയല്ല, ഓപ്ഷൻ ഡി സമഗ്രയല്ല. ഇപ്പം ഇവിടെ നമുക്ക് വേണ്ടത് IT@, സ്കൂൾ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്, അറിയാമല്ലോ. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ IT വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ആരംഭിച്ച സംരംഭമാണല്ലോ IT@, സ്കൂൾ. ഈ IT@, സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിക്കുക 2001. 2017 ഈ IT@, സ്കൂൾ പദ്ധതിയെ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് കമ്പനിയാക്കി മാറ്റും. നമുക്ക് വേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യത്തെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി, SPV കമ്പനി എന്ന് പറയും. അതാണ് കൈറ്റ്. കൈറ്റ് എന്ന് പറഞ്ഞാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ്. വീണ്ടും ആവർത്തിക്കുന്നു, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ഈ കൈറ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആദ്യത്തെ സർക്കാർ കമ്പനിയുടെ പേരാ കൈറ്റ്. ഓക്കെ, ഇനി അടുത്തത്. ഇനി കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനത്തിൻ്റെ പേരാണ് സമ്പൂർണ്ണ. സമ്പൂർണ്ണ നിലവിൽ വന്നത് 2010. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ, അപ്പോൾ ഓപ്ഷനിലേക്ക് വരുവാണ്. സമ്പൂർണ്ണ എന്ന് വിക്ടേഴ്സ് എന്നറിയപ്പെടുന്ന അറിയാമല്ലോ. വിക്ടേഴ്സ് എന്നറിയപ്പെടുന്നത് ഒരു TV ചാനലാണ്. അതവിടെ നിൽക്കട്ടെ, നമ്മൾ പറയാം.
സമ്പൂർണ്ണയുടെ പ്രത്യേകത കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഓൺലൈൻ മാനേജ്മെൻറ്റ് സംവിധാനം, കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഓൺലൈൻ സ്കൂൾ മാനേജ്മെൻറ്റ് സംവിധാനമാണ് സമ്പൂർണ്ണ. 2010 നിലവിൽ വന്നത്. ഇനി 1 മുതൽ 12 ക്ലാസ് വരെയുള്ള സ്കൂളിലെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സ് എല്ലാം, അത് സ്കൂൾ ടെക്സ്റ്റ് ആയിക്കോട്ടെ, മറ്റ് സാമഗ്രികളായിക്കോട്ടെ, സ്കൂൾ ടെക്സ്റ്റ്, ഈ പറയുന്ന അധ്യാപക സഹായി അല്ലെങ്കിൽ ടീച്ചിങ് ഹാൻഡ് ബുക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ റിസോഴ്സുകളും ഉൾപ്പെടുത്തി കൈറ്റ് വികസിപ്പിച്ച ഈ പോർട്ടലിൻ്റെ പേരാണ് ഇത്, സമഗ്ര. ഒന്നോർത്ത് വെക്കണം. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കൂൾ എന്നറിയപ്പെടുന്ന ഒരു ഓൺലൈൻ പോർട്ടലുണ്ട്. കൂൾ, KOOL, കൂൾ. പ്രത്യേകത എന്താ? കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈനായിട്ട് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഓൺലൈൻ പരിശീലന പോർട്ടലിൻ്റെ പേരാണ് കൂള്. കൈറ്റ് ഓപ്പൺ ഓൺലൈനിങ് ലേണിംഗ്, കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് എന്നാണ് കൂളിൻ്റെ എക്സ്പാൻഷൻ. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനവും വിവരസാങ്കേതിക വിദ്യാ പഠനവും വ്യാപിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേരാണേത്? കൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിയല്ലോ, കൈറ്റ്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് ഓർത്ത് വെക്കണം. സമ്പൂർണ്ണ എന്താണെന്ന് കിട്ടി, ദെൻ സമഗ്ര എന്താണെന്ന് കിട്ടി, ദെൻ കൈറ്റ് എന്താണെന്ന് കിട്ടി, ദെൻ കൂൾ എന്താണെന്ന് കിട്ടി. കൂളെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കേരളത്തിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈനായിട്ട് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പരിശീലന പോർട്ടലിൻ്റെ പേരാണ് കൂൾ. അടുത്ത ചോദ്യം, എന്താണ് ടാലൻറ്റ് ടാബ്? ടാലൻറ്റ് ലാബ് അല്ല, ടാലൻറ്റ് ലാബ്. ഓപ്ഷൻ പറയുന്നു. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, 2023 LP സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ ചോദ്യം. അപ്പോൾ എന്താണ് ഈ ടാലൻറ്റ് ടാബ് എന്ന് അല്ലെങ്കിൽ ടാലൻറ്റ് ലാബ് എന്ന് മാത്രം ഒന്ന് ഓർത്ത് നോക്കുക. അതായത് നമ്മുടെ മുന്നിലുള്ള കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല ഏതാണ് അത് കണ്ടെത്തുക, സ്കൂൾ പഠനകാലത്ത് തന്നെ അതിന് പരിശീലനം നൽകുക, പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന സംവിധാനത്തിൻ്റെ പേരാണ് ടാലൻറ്റ് ലാബ്. ഒന്നുമില്ല, കുട്ടികൾക്ക് ഏത് മേഖലയാണോ അഭിരുചിയുള്ളത് ആ അഭിരുചിയുള്ള മേഖല കണ്ടെത്തണം. എന്നിട്ട് പഠനകാലത്ത് തന്നെ, പഠിച്ചതിന് ശേഷമല്ല, പഠനകാലത്ത് തന്നെ അതിന് പരിശീലനവും പ്രോത്സാഹനം നൽകാൻ വേണ്ടി കൊണ്ടുവന്ന സംവിധാനമാണ് ടാലൻറ്റ് ലാബ്. സ്വയം തിരിച്ചറിയൽ, സർഗാത്മക ചിന്ത, നിരീക്ഷണ പാടവം, നേതൃപാടവം തുടങ്ങിയ ഒത്തിരി കഴിവുകൾ ആർജിക്കുന്നതാണ് ഈ ടാലൻറ്റ് ലാബ് എന്ന ആശയത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഓപ്ഷൻ എ നോക്കിയേ, പ്രത്യേക ടാലൻ്റുള്ള കുട്ടികളെ കണ്ടെത്തി നേരിട്ടുള്ള പ്രായോഗിക ലാബ് അനുഭവങ്ങൾ നൽകുന്നു. ശരിയോ തെറ്റോ? തെറ്റല്ലേ? അപ്പോൾ അതല്ല. ഓപ്ഷൻ ബി നോക്ക്, കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നു. ഓപ്ഷൻ ബി അല്ലേ? ഇനി ഓപ്ഷൻ സിയും ഡിയും ഉണ്ട്, അതുകൊണ്ട് നോക്ക്. ശാസ്ത്രത്തിൽ അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകുന്നു. ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞ എന്തുവാ, ഏത് അഭിരുചിയാണോ കുട്ടിക്കുള്ളത് ആ അഭിരുചി കണ്ടെത്തുക. അതായത് ശാസ്ത്രത്തിൽ അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തുക മാത്രമാണോ? അല്ല. അപ്പോൾ ആ ഓപ്ഷൻ സിയും അല്ല. ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതശാസ്ത്രം, IT മുതലായ വിഷയങ്ങൾക്ക് പ്രത്യേകം ലാബുകൾ. അപ്പോൾ ഇതിന് ഉത്തരം, കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ടാലൻറ്റ് ലാബ്. അപ്പോൾ ടാലൻറ്റ് ലാബ് എന്താണെന്ന് കിട്ടിയല്ലോ, ഓർത്തു വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് എന്താണ്? വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ടാലൻറ്റ് ലാബ്, ഓപ്ഷൻ ബി ഹൈടെക് വിദ്യാഭ്യാസം, ഓപ്ഷൻ സി ബാല, ഓപ്ഷൻ ഡി TLM. എന്താ ഈ ടാലൻറ്റ് ലാബ്? ടാലൻറ്റ് ലാബ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയമാണോ? അല്ലല്ലോ. അപ്പോൾ അതാവാൻ സാധ്യത ഒരിക്കലും ഇല്ല. രണ്ടാമത്തെയാണ് ഹൈടെക് സ്കൂൾ. നമുക്കറിയാം ഹൈടെക് സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവിദ്യാലയങ്ങളിൽ, അതായത് പൊതുവിദ്യാലയങ്ങളെ ഇൻ്റർനാഷണൽ ലെവലിൽ, അന്തർദേശീയ നിലവാരത്തിൽ, അല്ലെങ്കിൽ ദേശീയ നിലവാരത്തിലല്ല, അന്തർദേശീയ നിലവാരത്തിൽ ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എട്ടാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സർക്കാർ സ്കൂൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ ഏകദേശം 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹൈടെക് സ്കൂൾ. അപ്പോൾ ഹൈടെക് വിദ്യാഭ്യാസം ഇതുമായി ബന്ധപ്പെട്ട് വരാറില്ല. അപ്പോൾ ഹൈടെക് ക്ലാസ് മുറിക്ക് വേണ്ടി ധാരാളം ITs ഉപകരണങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട് അല്ലേ? മൾട്ടിമീഡിയ പ്രൊജക്ടർ ആയിക്കോട്ടെ, അത് ശബ്ദ സംവിധാനമായിക്കോട്ടെ, വൈറ്റ് ബോർഡ് ആയിക്കോട്ടെ, ഇതെല്ലാം വരും. ഹൈടെക് സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്ന IT@സ്കൂൾ എന്ന് പറഞ്ഞ പദ്ധതിയിലൂടെയാണ്. അതൊക്കെ നമുക്കറിയാവുന്നതാണ്.
ഓക്കെ. അപ്പം ഇവിടെ ടാലൻറ്റ് ലാബ് അല്ല, ഹൈടെക് വിദ്യാഭ്യാസമല്ല. ഇനി വരുന്ന ആരാണ്? ഒന്നുകിൽ TLM ആയിരിക്കും, അല്ലെങ്കിൽ BLA ആയിരിക്കും, അല്ലെങ്കിൽ BALA ബാലയായിരിക്കും. ഈ രണ്ടിലേതെങ്കിലും ആയിരിക്കും എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇവിടെ എന്താ ഈ ബാല എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ബാല എന്ന് പറഞ്ഞാൽ വിദ്യാലയം ഒരു പഠന ഉപകരണമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ആശയത്തിൻ്റെ പേരാണ് BALA, ബിൽഡിങ്സ് ആസ് ലേണിംഗ് എയ്ഡ്. ബിൽഡിങ്സ് ആസ് ലേണിംഗ് എയ്ഡ്, വിദ്യാലയം തന്നെ ഒരു പഠനോപകരണമാക്കുക. അതായത് ബാല ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ലോജിക്ക് മാത്രം ഓർത്തു വെക്കണം. സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ അവിടെ കുട്ടികൾക്ക് സൗഹൃദപരമാകുന്ന, അതായത് ശിശുസൗഹൃദമാകുന്ന പഠനവും വിനോദവും അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക പരിസ്ഥിതി നിർമ്മാണം വികസിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഗുണപരമായ പുരോഗതിയിലേക്കുള്ളൊരു നൂതന ആശയമാണ് ബാല എന്ന് പറയുന്നത്. ഈ ബാല എന്നറിയപ്പെടുന്ന ആശയം യുനിസെഫിൻ്റെ പിന്തുണയോടുകൂടി ആർക്കിടെക്ചറൽ റിസർച്ച് ആൻഡ് ഡിസൈൻ സെൻറ്റർ ആണ് ഇത് വികസിപ്പിക്കുന്നത്. സ്കൂളാണ് അടിസ്ഥാന സൗകര്യങ്ങൾ സമഗ്രമായി ആസൂത്രണം ചെയ്യണം, അത് ഉപയോഗിക്കാനുള്ള ഒരു മാർഗത്തെയാണ് ബാല എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ പറയുമ്പം നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്: വിദ്യാലയത്തെ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു പഠനോപകരണമാക്കുന്നു. അതിൽ വരുന്നതാണ്, അത് ക്ലാസ് റൂം ആയിക്കോട്ടെ, അതിൻ്റെ ഇടനാഴി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, സ്കൂളിനെ അല്ലെങ്കിൽ വിദ്യാലയത്തെ തന്നെ ഒരു പഠനോപകരണമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് ബാല എന്ന് പറയുന്നത്. ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്, അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ബാലയാണ്. അടുത്ത BALA. അടുത്ത മറ്റൊരു ചോദ്യം: സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ വിനോദ വിജ്ഞാന പരിപാടി ഏതാണ്? സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പാണ്, അതായത് കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ വിനോദ വിജ്ഞാന പരിപാടിയുടെ പേര് ചോദിച്ചാൽ ഓപ്ഷൻ എ ആരോഗ്യകരണമാണോ, അതിജീവികയാണോ, ഫസ്റ്റ് ബെല്ലാണോ? ഫസ്റ്റ് ബെല്ലൊക്കെ നമുക്കറിയാവുന്നതാണ്. ഫസ്റ്റ് ബെൽ എന്താ? ഫസ്റ്റ് ബെല്ലുമായി ബന്ധപ്പെട്ട് ഈ COVID-19 പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി, അതായത് ഓൺലൈൻ സാധ്യത ഉപയോഗപ്പെടുത്തി പഠനാനുഭവങ്ങൾ പ്രദാനം കൊടുക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് ഫസ്റ്റ് ബെൽ. അത് COVID-19 സമയത്ത് 2020 ജൂൺ 1 ഈ പദ്ധതി നിലവിൽ വന്നത്. ഫസ്റ്റ് ബെല്ല് നിലവിൽ വന്നത് 2020 ജൂൺ 1. COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടിയുടെ പേരുണ്ട്. അത് ഫസ്റ്റ് ബെൽ 2.0 ആണ്. അത് ഫസ്റ്റ് ബെൽ 2.0 2021 വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി. 2020 ജൂൺ 1 നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ഫസ്റ്റ് ബെൽ, അതായത് ഓൺലൈൻ ക്ലാസ് COVID-19 പശ്ചാത്തലത്തിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയുന്നു സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ വിനോദ വിജ്ഞാന പരിപാടിയുടെ പേരാണ് കിളിക്കൊഞ്ചൽ. 3 മുതൽ 6 വയസ്സ് വരെയുള്ള പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റൊരു ചോദ്യമുണ്ട്. കേരളത്തിലെ ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസിൻ്റെ പേരാണ് മഴവിൽ പൂവ്. കിളിക്കൊഞ്ചൽ എന്ന് പറഞ്ഞാൽ പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ചതാണ് കിളിക്കൊഞ്ചൽ. മഴവിൽ പൂവ് എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിലെ ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസിൻ്റെ പേരാണ് മഴവിൽ പൂവ്. ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ. ആരോഗ്യകരണത്തിൻ്റെ പ്രത്യേകത എന്താ? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ദേശീയ ശിശുജനാരോഗ്യ പദ്ധതിയുടെ കീഴിൽ വരാത്ത അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേര് ആരോഗ്യകരണം. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി, കിളിക്കൊഞ്ചലാണ് അതിൻ്റെ ആൻസർ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏകദേശം ഒരു 23ഓളം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തു. അതിൻ്റെ റിലേറ്റഡ് ഫാക്ടോടുകൂടി 150ഓളം കണ്ടന്റ് പറഞ്ഞു. ആവർത്തിച്ച് റിവൈസ് ചെയ്യുക. വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.